നമസ്കാരം. നമ്മുടെ സർക്കാർ ആശുപത്രികൾ, അത് മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഏത് സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായിക്കോട്ടെ, അതെല്ലാം മാറ്റത്തിന്റെ പാതയിലാണ്. മാറ്റത്തിന്റെ പാതയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലൊരു പഴയ ചിന്താഗതി ഉണ്ടാകും, എന്നാൽ അതൊക്കെ തെറ്റാണ്. ഇപ്പോൾ ഒരു ദൃശ്യം പ്രചരിക്കുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്തുള്ള SAT ആശുപത്രിയിൽ നിന്നുള്ള ഒരു രംഗമാണ്. അതായത് ചികിത്സയൊക്കെ ജനസൗഹൃദമായിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ ആ ദൃശ്യം ബോധ്യപ്പെടുത്തും. പീഡിയാട്രിക് വിഭാഗം വാർഡിൽ രാവിലെ റൗണ്ട്സിനിടയിൽ ഡോക്ടർമാർ പേഷ്യൻസിന്റെ ഇടയിൽ ഒരു പാട്ടൊക്കെ പാടുന്ന ശൈലി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. ദേ കണ്ടോളൂ. കണ്ടല്ലോ, കുഞ്ഞുങ്ങളുടെ വാർഡിൽ ചികിത്സ സംഗീതത്തോടൊപ്പം നടത്തുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങളിൽ ഇത്തരം ഒരു വാർത്ത കണ്ടിട്ടുണ്ടോ? ഒരിക്കലും കാണില്ലെന്നേ. മാറ്റമുണ്ട്, വലിയ മാറ്റം, അത് പ്രകടമായി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ആശങ്കാകുലരാക്കുകയാണ്. അങ്ങോട്ട് പോകരുതേ, സ്വകാര്യ ആശുപത്രി, ഞങ്ങളുമായിട്ട് മാനേജ്മെന്റുമായിട്ട് നല്ല കച്ചവട ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോ എന്ന രീതിയിൽ ആൾക്കാരെ ആശങ്കപ്പെടുത്തി ചെറിയ സംഭവത്തെ വലുതായി അവതരിപ്പിക്കുകയും ആൾക്കാരുടെ ഉള്ളിൽ ഭയം നിറയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതുപോലുള്ള മാറ്റങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യില്ല? ഈ പ്രചരണങ്ങളുടെ ഉദ്ദേശശുദ്ധി തിരിച്ചറിയും. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. PG ഡോക്ടറുടെ പാട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിക്കുന്ന ഈ വീഡിയോ, അതും മുതിർന്ന സീനിയർ ഡോക്ടർമാരെല്ലാം നിൽക്കുന്ന സന്ദർഭത്തിൽ രോഗികളുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ പാട്ട് പാടുന്ന ഒരു രീതി ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇതാണ് യാഥാർത്ഥ്യം. വാർഡിലുള്ള കുട്ടികളുടെയും അമ്മമാരുടെയും രക്ഷിതാക്കളുടെയും എല്ലാം ദൃശ്യം നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ജനസൗഹൃദമായി മാറിയിട്ടുണ്ട് നമ്മുടെ ആശുപത്രികൾ. അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കി കാട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകരുത് എന്ന രീതിയിൽ ആൾക്കാരുടെ ഉള്ളിൽ ആശങ്ക നിറയ്ക്കുകയാണ്. എന്തുകൊണ്ടാണ് വീണ ജോർജിനെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും വീണ ജോർജ് എന്ന മന്ത്രിക്ക് പിന്നാലെ നടന്ന് പല വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതിന്റെ അർത്ഥം കൂടി നിങ്ങൾക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. മാറ്റങ്ങൾ കൊണ്ടുവന്നെന്നേ, ഇടപെടൽ ശക്തമാക്കിയെന്നേ, പൊതുജന സൗഹാർദ്ദമാക്കി നമ്മുടെ സർക്കാർ മേഖലയിലെ ആശുപത്രികൾ മാറ്റി എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്ന ആ വൃത്തികെട്ട പണി നിങ്ങളെ ഈ ദൃശ്യം വീണ്ടും വീണ്ടും തെളിയിച്ചു തരും. ഇതൊക്കെയാണ് നമ്മുടെ സർക്കാർ ആശുപത്രി. അവിടുത്തെ പരിപാലനങ്ങളായിക്കോട്ടെ, ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും എല്ലാം പെരുമാറ്റ രീതി പോലും മാറിയിട്ടുണ്ട്. ഇന്ന് ഇങ്ങനെയൊക്കെ സൗഹാർദ്ദ അന്തരീക്ഷത്തിലാണ് ചികിത്സകൾ തുടരുന്നത്. നിങ്ങൾക്ക് ആ ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു അനുഭവമാണ് സമ്മാനിക്കാൻ പോകുന്നത്. അതിനെയെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് സർക്കാർ ആരോഗ്യ മേഖലയിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വലിയ ചികിത്സാഭാരമില്ലാതെ അവരുടെ രോഗങ്ങൾ ശുശ്രൂഷിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായിട്ട് അത് ഈ നാട്ടിലെ പ്രൈവറ്റ് മേഖലയെ തകർക്കുമെന്നും അവരുടെ വരുമാനത്തെ നശിപ്പിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുമായി ചേർന്ന് സർക്കാർ മേഖലയ്ക്കെതിരെ അല്ലെങ്കിൽ ആശുപത്രികൾക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട സന്ദർഭമാണ്. ഇതൊക്കെയാണ് മാറ്റങ്ങൾ. നിങ്ങളൊന്ന് അവിടേക്ക് പോകൂ, ഒന്ന് അനുഭവിക്കൂ, ഒന്ന് മനസ്സിലാക്കൂ. എന്നിട്ട് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഈ കള്ളക്കഥകൾക്കപ്പുറമുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് അനുഭവിച്ചറിയൂ എന്ന് മാത്രമാണ് ഇത് കാട്ടിക്കൊണ്ട് പറയാനുള്ളത്. കാര്യം ഇതൊക്കെയാണ് മാറ്റം. പണ്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് കാര്യങ്ങൾക്ക് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒരു തവണ അവിടെ പോയി കഴിഞ്ഞാൽ സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന തരത്തിലുള്ള ചികിത്സാ രീതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ സാധാരണക്കാരുടെ ആശുപത്രിയാണ്, ആൾക്കാരുടെ ബാഹുല്യമുണ്ട്. അതുകൊണ്ട് ക്ഷമ നിങ്ങൾക്ക് ആവശ്യമാണെന്നുള്ളൊരു ഉപദേശമാണ്. ആയിരക്കണക്കിന് മനുഷ്യരുടെ അത്താണിയായിട്ടുള്ള ഇടങ്ങളാണ്. അവിടെ കടന്നു വരുന്ന മനുഷ്യർക്ക് മുന്നിൽ കൈമലർത്താൻ കഴിയില്ല. അതുകൊണ്ട് ആ ഉള്ള സംവിധാനത്തിൽ അവർ നിങ്ങൾക്ക് ചികിത്സകൾ തരാനായിട്ട് തയ്യാറാണ്. പക്ഷേ അതിൻ്റെതായിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉൾക്കൊള്ളാൻ കൂടി നിങ്ങൾ തയ്യാറായി അവിടെ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്ത് ലഭിക്കുന്ന ഏറ്റവും അത്യാധുനിക ചികിത്സകളാണ് സർക്കാർ മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ഡോക്ടറിൽ നിന്ന് കാത്തിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് ഈ ദൃശ്യം പങ്കുവെച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ളത്. സൂര്യോ